Hello, good morning all. Welcome to BBY ITI official YouTube channel. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിൻഡൽസ് വിത്ത് ചർച്ച എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ആർച്ചസ് ആൻഡ് ലിൻഡൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ആർച്ചസ് ആൻഡ് ലിൻഡൽസിലെ ആർച്ച് എന്താണ് എന്നുള്ളത് നമ്മൾ മുഴുവനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. നിങ്ങൾക്കറിയാലോ ആർച്ച് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അതിനകത്ത് ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ലിൻഡൽ എന്താണ് എന്നാണ്. ഓൾമോസ്റ്റ് നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എന്താണ് ലിൻഡൽ എന്നുള്ളത്. എന്താണ് അറിയുന്നുണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും. ലിൻഡൽ എന്ന് പറയുന്നത് ഓപ്പണിങ്ങിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്പണിങ്ങിന്റെ മീതെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ് ലിൻഡൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ എന്താ ഈ ഓപ്പണിംഗ് എന്ന് പറയുന്നത്? ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെ അകത്തേക്ക് എന്ത് ചെയ്യാണ്, ആക്സസിന് വേണ്ടിയിട്ട്. ആക്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യന്മാരുടെ ആക്സസ് ആയിരിക്കാം, അതല്ല ലൈറ്റ് സൗണ്ട് ഒക്കെ ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. ലൈറ്റ് സൗണ്ടിനേക്കാളും കൂടുതൽ ലൈറ്റാണ്, മെയിനായിട്ട് ലൈറ്റ് എന്നാണ് പറയുന്നത്. ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ എന്തിനും കൂടി വേണ്ടിയിട്ടാണ്, എയർ പാസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാണ് ഒരു ബിൽഡിങ്ങിൽ ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗുണങ്ങൾ? ഒന്ന് ആക്സസ് ആണ് അല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് പോകാനും പുറത്തേക്ക് വരാനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്തിൻ്റെ മനുഷ്യന്മാർക്കുള്ള ആക്സസ് ആണ് ആദ്യം പറഞ്ഞത്, ആൾക്കാർക്ക് ഉള്ളിലേക്ക് പോകാനും പുറത്തേക്ക് വരാനും വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. വായു വേണം അല്ലേ, എയർ സർക്കുലേഷൻ വേണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തൊന്നാണ് എന്തെന്ന് പറയുന്നത്, ലൈറ്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രകാശം വേണം അല്ലേ, വെളിച്ചം വേണം. അപ്പോൾ അതാണ് മെയിനായിട്ട് ഓപ്പണിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഓപ്പണിങ്. അപ്പോൾ ഓപ്പണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബിൽഡിങ്ങിലൊക്കെ കാണുന്ന മെയിനായിട്ട് കാണുന്ന ഓപ്പണിങ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഡോർ അല്ലേ, വാതിൽ, മനുഷ്യർക്ക് അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന് കടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡോർ എന്ന് പറയുന്നത്. ഓക്കെ, ആക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വിൻഡോസ്. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് വിൻഡോസും ഡോർസുമാണ്. വെന്റിലേറ്റേഴ്സും ഉണ്ട്, എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വെന്റിലേറ്റേഴ്സും കൂടി ഉണ്ട്. പക്ഷെ മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് എന്തിനാണ്, വിൻഡോസിനെയും ഡോറിനെയാണ്. വെന്റിലേറ്റേഴ്സ് എന്തുകൊണ്ടാണ് ഈ ലിൻഡൽസ് എന്നുള്ള ചാപ്റ്ററിൽ വരാത്തത് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഡോർസ് ആൻഡ് വിൻഡോസ് ആണ് മെയിൻ ആയിട്ടുള്ള ഓപ്പണിങ്സിൽ വരുന്നത്. അപ്പോൾ നമുക്ക് വെന്റിലേറ്റർ എന്താണെന്ന് ഒന്ന് പറഞ്ഞു നോക്കാം. വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഹോള് കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ എയർ ഹോൾ എവിടെയാണ് വരുന്നുണ്ടായിരിക്കുക, നമ്മുടെ റൂഫിന്റെ തൊട്ട് താഴെയായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അതിന്റെ മുകളിൽ ഇനി ലോഡ് വരുന്നുണ്ടോ? ഇല്ല. ഇനി വരുന്നുണ്ടെങ്കിൽ തന്നെ എന്തിലാണ് ആ ലോഡ് ആക്ട് ചെയ്യുക? റൂഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ, ആ റൂഫിലായിരിക്കും ആ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ റൂഫിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു പ്രശ്നമല്ല. കാരണം റൂഫിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കമ്പി കൊടുക്കുന്നുണ്ട് അല്ലേ, കോൺക്രീറ്റ് ആണുള്ളത്. അപ്പോൾ അതിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം നമ്മുടെ നേരെ ഡോർസിന്റെയും വിൻഡോസിന്റെയും കാര്യത്തിലേക്ക് വരിക. ഡോർസിന്റെയും വിൻഡോസിന്റെയും കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് അതിനൊരു ഫ്രെയിം ഒക്കെ ഉണ്ടായിരിക്കും. മേ ബി അത് വുഡ് കൊണ്ടൊക്കെ ആയിരിക്കും അതിന്റെ ഫ്രെയിം ഉണ്ടായിരിക്കുക. ഡോറിന്റെയും വിൻഡോന്റെയും ഫ്രെയിം കണ്ടിട്ടില്ലേ? അപ്പൊ ഇത് വുഡ് കൊണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ താഴത്ത് എന്താണ്, ഒഴിഞ്ഞെടുക്കുന്ന സ്പേസ് ആണ് അല്ലേ. അപ്പൊ അതിന്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, പടുത്ത് പോവുകയാണ്. കല്ല് വെച്ചിട്ട് അല്ലെങ്കിൽ ബ്രിക്സ് വെച്ചിട്ട്, ഏതാണോ ബിൽഡിംഗ് യൂണിറ്റ് അത് വെച്ചിട്ട് വീണ്ടും നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫ്ലോർ മാത്രമല്ല, അടുത്ത ഫ്ലോർ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ ലോഡൊക്കെ ഈ
ഒഴിഞ്ഞെടുക്കുന്ന ആ സ്പേസിലേക്കും കൂടിയായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാലോ, വെറുതെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഒരു 2 അടിയൊക്കെ വെച്ച് കെട്ടി അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ഒടിഞ്ഞ് താഴ്ത്തു വീഴാ, ഒഴിഞ്ഞ സ്പേസ് ഉള്ളടത്തേക്ക് അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഡോഴ്സിൽ വരുന്ന ലോഡിനെ വാൾസിലേക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചുമരിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്, ലിൻഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ലിൻഡൽ എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നേരെ ഇതിന്റെ ഡെഫിനിഷനിലേക്ക് വരാം. A lintel is a structural horizontal member which placed across an opening to support the portion of the structure above it. Okay. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ സെന്റൻസ് ഒന്ന് വായിച്ചതാണ്. എന്താണ് ഇതിന്റെ മീനിങ് എന്ന് നോക്കാം. ഒരു ലിൻഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ആണ്. ഹൊറിസോണ്ടൽ എന്താണ്, വെർട്ടിക്കൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ എർത്ത് സർഫസിന് പാരലൽ ആയിട്ടുള്ളതിനെയാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്, ലിൻഡൽ എന്ന് പറയുന്നത്. അത് എവിടെയാണ് ഉണ്ടാവുക, വിച്ച് ഈസ് പ്ലേസ്ഡ് അക്രോസ് ആൻ ഓപ്പണിംഗ്. ഒരു ഓപ്പണിങ്ങിന് അക്രോസ് ആയിട്ട്, ഒരു ഓപ്പണിങ്ങിലാണ് എന്തുണ്ടായിരിക്കുക, ലിൻഡൽ ഉണ്ടായിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്, ടു സപ്പോർട്ട് ദ പോർഷൻ ഓഫ് ദ സ്ട്രക്ചർ എബോവ് ഇറ്റ്. അപ്പോൾ ഒരു ഓപ്പണിങ്ങിന്റെ മുകളിൽ വരുന്ന പോർഷനെ സപ്പോർട്ട് ചെയ്യാൻ, താങ്ങി നിർത്താൻ വേണ്ടിയിട്ടാണ് എന്തെന്ന് പറയുന്നത്, ലിൻഡൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ലിൻഡലിന്റെ ഡെഫിനിഷൻ ആണ്. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഇതിന് വരുന്ന വേറെ ടേംസ്, നമ്മൾ ആർച്ചസിൽ കുറെ ടേംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ ലിൻഡലിൽ എന്തൊക്കെ ടേംസ് ആണ് വരുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ലിൻഡൽസ്, എത്ര ടൈപ്പാണ് ലിൻഡൽസ് വരുന്നത്, അതൊക്കെയാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ലിൻഡലിൽ മെയിൻ ആയിട്ട് ഡെഫിനിഷൻ പഠിക്കുക. അതുപോലെ തന്നെ അതിൽ പറയാവുന്ന ഒരു ടേം എന്ന് പറയുന്നത് അടുത്തത് ബെയറിംഗ് ആണ്. ബെയറിംഗ് ഓർ ബിയറിംഗ്, നിങ്ങൾ എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, സ്പെല്ലിംഗ് BEARING, ബെയറിംഗ് ഓഫ് ലിൻഡൽ. ബെയറിംഗ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നോക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിൻഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പണിങ്ങിന്റെ മുകളിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് അല്ലേ. അപ്പം ഇതിനകത്ത് ഒരു ഫിഗർ കാണിക്കാം. ഒരു ലിൻഡലിന്റെ ഫിഗറാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഒരു ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ ആണ് കേട്ടോ. അപ്പം ഇതാണ് ഇതിൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഡോറായിട്ട് കാണിച്ചിട്ടുള്ളത്. അതിന്റെ മീതെ ഇതാ ലിൻഡൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വുഡൻ ലിൻഡലാണ്. അത് നമുക്ക് ക്ലാസിഫിക്കേഷനിൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പൊ ഈ ഓപ്പണിങ്ങിന്റെ എന്താണ്, ആ ഒരു ലെങ്ത് കംപ്ലീറ്റ് ആയിട്ട് അതുണ്ടായിരിക്കും അല്ലെ. ഓപ്പണിങ്ങിന്റെ ആ ഒരു സ്പേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. അത്ര മതിയോ, പോരാ. പിന്നെ എന്താണ്, അത് ഈ ഓപ്പണിങ്ങിന്റെ ഇപ്പൊ ഒരു ഡോർ സങ്കല്പിക്കുക, ഡോറിന്റെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്തെ സൈഡിലും എന്തുണ്ടായിരിക്കും, ചുമരുണ്ടായിരിക്കും അല്ലെ. ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ, ചുമരുണ്ടായിരിക്കും. അപ്പൊ ഈ ചുമരിക്കും കൂടി അത് കയറി നിന്നാൽ മാത്രമല്ലേ നമുക്ക് അതിന് അവിടെ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെ ഈ ഓപ്പണിങ്ങിന്റെ ആ ഒരു വിഡ്ത്ത് പോർഷൻ കഴിഞ്ഞിട്ട് എന്താണ്, ഇപ്പൊ ഈ ഒരു സ്പേസ് തൊട്ടിട്ട് ഇവിടെ നോക്കൂ, ഈ ഒരു പോർഷൻ തൊട്ടിട്ട് എന്താണ്, ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന ഈ ഒരു ഭാഗം, ഇത്രയും ലെങ്ത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബെയറിംഗ് എന്ന് പറയുന്നത്. ഒരു സൈഡിൽ മാത്രമാണോ ഉണ്ടാവുക, അല്ല, 2 സൈഡിലും ഉണ്ടായിരിക്കും. ഈ സൈഡിലും ഉണ്ടായിരിക്കും എന്താണ്, ബെയറിംഗ്. ഓക്കെ, അപ്പൊ എന്താണെന്ന് ഞാൻ ഇതൊന്ന് വായിക്കാം. ബെയറിംഗ് ഓഫ് ലിൻഡൽസ് മീൻസ് ദ ഡിസ്റ്റൻസ് അപ് ടു വിച്ച് ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ സപ്പോർട്ടിംഗ് വാൾ. ഏത് ഡിസ്റ്റൻസ് ആണ്, ലിൻഡൽ സപ്പോർട്ടിംഗ് വാളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള, ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുള്ള ആ ഒരു ദൂരത്തിന്, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, ബെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബെയറിംഗ് എങ്ങനെയൊക്കെയാണ് കൊടുക്കുക എന്നുള്ളതിനൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് മെയിൻ ആയിട്ട് 3 പോയിന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ബെയറിംഗ് ഷുഡ് ബി ദ മിനിമം ഓഫ് ദ ഫോളോവിങ് 3 കൺസിഡറേഷൻസ്. 3 കാര്യങ്ങളാണ് നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ വർക്കിൽ ബെയറിംഗ് കൊടുക്കുമ്പോൾ, ലിൻഡലിന്റെ ബെയറിംഗ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതെന്താണ് പറഞ്ഞിട്ടുള്ളത്,
ഇറ്റ് ഷുഡ് ബി 150 mm. അത് ഒന്നുകിൽ അത് 150 mm വരെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, 150 മില്ലിമീറ്റർ. ഓക്കെ, 150 മില്ലിമീറ്റർ എത്രയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ, എത്ര സെന്റിമീറ്റർ ആണെന്നൊക്കെ അറിയാലോ, 15 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ അത്ര വരെ മാത്രമേ എന്ത് കൊടുക്കാൻ പാടുള്ളൂ, ബെയറിംഗ് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഓർ ദ ഹൈറ്റ് ഓഫ് ലിൻഡൽ, നമ്മൾ ലിൻഡലിന് ഒരു ഹൈറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ, ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ കാണിക്കുന്നത് തന്നെയാണ് എന്താണ് ലിൻഡലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡെപ്ത്, ആ ഒരു ഡെപ്ത്, ആ ഹൈറ്റ് എത്രയാണോ അതായിരിക്കണം ഒന്നുകിൽ ബെയറിംഗ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ 150 mm കൊടുക്കാം. മൂന്നാമത്തത് എന്താണ്, 1/10 to 1/12 സ്പാൻ. സ്പാനിന്റെ 1/10, 10ൽ ഒരു ഭാഗമോ അല്ലെങ്കിൽ 12ൽ ഒരു ഭാഗമോ ആണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ബെയറിംഗ് കൊടുക്കേണ്ടത്. അപ്പൊ എന്താ സ്പാൻ എന്ന് അറിയണ്ടേ, ഈ ഓപ്പണിങ്ങിന്റെ സ്പേസില്ലേ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓപ്പണിംഗ് കാണിച്ചിട്ടുള്ള ഈ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, സ്പാൻ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ സ്പാൻ ലെങ്ത് ഇൻറ്റു എന്താണ് 1/10 ചെയ്യുക, അല്ലെങ്കിൽ 1/12, അത്രയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈ ബെയറിംഗ് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ 3 തരത്തിലാണ് ബെയറിംഗ് കൊടുക്കുക. എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, പിന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോഴും ആവശ്യമുള്ളതായിരിക്കും, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഏതൊക്കെയാ പറഞ്ഞിട്ടുള്ളത്, 150 mm ഓർ the height of the lintel or 1/10 to 1/12 the span. ഓക്കെ, അപ്പൊ അത്ര ആ 3 കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. ദ ഹൈറ്റ് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്, ഹൈറ്റും അതുപോലെ തന്നെ ഡെപ്തും, ലിൻഡലിന്റെ ഹൈറ്റും ഡെപ്തും അത് രണ്ടും സെയിം തന്നെയാണ്. ഹൈറ്റിന് പറയുന്ന മറ്റൊരു വേർഡാണ് ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക, ക്വസ്റ്റ്യനിൽ ഏതാണ് ചോദിക്കാന്ന് അറിയില്ല. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ലിൻഡലിന്റെ ടേംസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, എന്താണ് ഡെഫിനിഷൻ ഉണ്ട്, അതേപോലെ തന്നെ ബെയറിംഗ്, അത് രണ്ടും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിൻഡൽ ആണ്. ക്ലാസിഫിക്കേഷനിൽ എന്തൊക്കെയാ വരിക എന്ന് നോക്കാം. അപ്പൊ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അതിന്റെ ഏത് മെറ്റീരിയൽ ആണോ യൂസ് ചെയ്തിട്ടുള്ളത് അത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ലിൻഡലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ വരുന്നത്, വുഡ് ഓർ ടിമ്പർ അല്ലെ. വുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മരം അല്ലെ, തടി കൊണ്ടുള്ള ലിൻഡല്. തടി കൊണ്ടുള്ള വേറെ ഏതൊക്കെ സ്ട്രക്ചർ നമുക്കറിയാം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോർസ് ആൻഡ് വിൻഡോസ് അല്ലെ, മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് വുഡ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ഫർണിച്ചേഴ്സ് ഒക്കെ വുഡ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് വുഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടിമ്പർ യൂസ് ചെയ്തിട്ട്, വുഡിന്റെ വേറൊരു വേർഡാണ് കേട്ടോ ടിമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാം, ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യാം. നെക്സ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റോൺ, ദെൻ ബ്രിക്ക്, സ്റ്റീൽ. അപ്പൊ ഇതൊക്കെ പറഞ്ഞു പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഇതൊക്കെ എന്താണെന്നുള്ളത്. ലാസ്റ്റ് വൺ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ഓർ RCC അല്ലേ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓരോന്നായിട്ട് നോക്കാം ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ലിൻഡല് എന്നുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ലിൻഡൽസ് അക്കോർഡിംഗ് ടു ദി മെറ്റീരിയൽ യൂസ്ഡ്. ഏതാ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത്, വുഡ് ഓർ ടിമ്പർ ലിൻഡൽ. ഓക്കെ, ഫിഗർ കാണിച്ചിട്ടുണ്ട് അല്ലേ, ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഓപ്പണിങ്ങിന്റെ മുകളിൽ ഒരു വുഡ് അല്ലെങ്കിൽ ടിമ്പറിന്റെ പീസാണ് കാണിച്ചിട്ടുള്ളത് അല്ലെ. സിമ്പിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് വുഡാണ് എന്നുള്ളത്. നിങ്ങൾ സിമ്പിൾസ് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ സെക്ഷനും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, വുഡൻ ലിൻഡൽ അല്ലെങ്കിൽ ടിമ്പർ. ഇനി അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് അതിന്റെ കണ്ടീഷൻസ് നോക്കാം. എ സിംഗിൾ പീസ് ഓഫ് ടിമ്പർ ഓർ built up sections of
wood can be used as a lintel. Okay. ഒരു സിംഗിൾ പീസ് ആയിരിക്കണം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്? ലിൻഡലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാ? അപ്പൊ നമ്മൾ ഒരു ഇത് നോക്കുക. നമ്മൾ ഇതുവരെ ഒരു പീസ് എടുത്തു, പിന്നെ ഇപ്പുറത്തുനിന്ന് ഒരു പീസ് എടുത്ത് രണ്ടും കൂടി ഒരു ആണിയൊക്കെ തറച്ച് ജോയിൻ ചെയ്ത് എന്ന് വിചാരിക്കൂ. അപ്പൊ എന്തായി? ഇതിന്റെ മുകളിൽ നമ്മൾ വീണ്ടും ബിൽറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ കൺസ്ട്രക്ഷൻ തുടരുമ്പോൾ ആ ലോഡ് വരുമ്പോൾ ആ ഒരു ജോയിന്റിന്റെ പോർഷൻ ക്രാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ഒരു സിംഗിൾ പീസ് സെലക്ട് ചെയ്യണം എന്ന്. ഓക്കെ. നമ്മൾ ബ്രിക്ക് ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, നേരെ രണ്ട് ഭാഗം വരും, ജോയിന്റ്സ് വരുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് ലോഡ് കൊടുക്കുമ്പോൾ എന്താണ് ബ്രേക്ക് ചെയ്യും എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അതേ കേസ് തന്നെയാണ് എവിടെ വരുന്നത്, ഈ ടിമ്പറിന്റെ കേസിലും വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിംഗിൾ പീസ് തന്നെ എടുക്കണം ലിൻഡലിന് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, ബെയറിംഗ് ഓഫ് അബൌട്ട് 15 സെന്റിമീറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 150 സെന്റിമീറ്റർ 150 mm ആയിരിക്കണം അത് യൂസ് ചെയ്യേണ്ടതെന്ന്, അല്ലെ? അപ്പൊ ഇവിടെയും പറഞ്ഞിട്ടുള്ളത് എന്താണ്, ബെയറിംഗ് ഓഫ് 15 സെന്റിമീറ്റർ ടു 20 സെന്റിമീറ്റർ. 20 സെന്റിമീറ്റർ വരെയൊക്കെ നമുക്ക് ബെയറിംഗ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ എന്താ 20 സെന്റിമീറ്ററിന്റെ ഒരു കണക്ക്? അപ്പൊ നമ്മൾ വേറെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, ഇതിന്റെ ഡെപ്ത് വരുന്നതിനനുസരിച്ചും കൂടി നമുക്ക് എന്തെടുക്കാം, ബെയറിംഗ് കൊടുക്കാം എന്നുള്ളത്, അല്ലെ? അപ്പൊ 15 മുതൽ 20 വരെ മാത്രമേ അതിന്റെ ബെയറിംഗ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ദ വിഡ്ത്ത് ഓഫ് ലിൻഡൽ ഷുഡ് ബി ഈക്വൽ ടു ദി ഓപ്പണിംഗ്. ഓപ്പണിങ്ങിന്റെ വിഡ്ത്തിന്റെ അത്രയും തന്നെ നമ്മുടെ എന്തിനു വിഡ്ത്ത് ഉണ്ടാവാൻ പാടുള്ളൂ, ലിൻഡലിനും വിഡ്ത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, 1/12 വരെ എന്ത് പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബെയറിംഗ് കൊടുക്കാൻ പാടുള്ളൂ. എന്തിന്റെ? സ്പാനിന്റെ, അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ, ദ ഡെപ്ത് ഓഫ് ലിൻഡൽ ഷുഡ് ബി അബൌട്ട് 1/12 to 1/8 ഓഫ് ദ സ്പാൻ വിത്ത് എ മിനിമം വാല്യൂ ഓഫ് 80 mm. അപ്പൊ ഈ സ്പാൻ എന്ന് പറയുന്നത് ഒരു 80 mm മിനിമം വാല്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. സോറി, സ്പാൻ അല്ല, ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ. ഡെപ്ത് എന്ന് പറയുന്നത് മിനിമം 8 സെന്റിമീറ്റർ എങ്കിലും വേണം, 80 mm. മാക്സിമം എത്ര വരെ വരാം, 1/12 to 1/8. ഈ സ്പാനിന്റെ 12 ഒരു ഭാഗമോ അല്ലെങ്കിൽ 8-1 ആയിട്ട് നമുക്ക് ഡെപ്ത് കൊടുക്കാം. 12-1 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെപ്ത്, അല്ലെ? എന്തിന്റെ കേസിൽ, ബെയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കേസിൽ, അല്ലെ? അതേപോലെ തന്നെയാണ്. അപ്പൊ ബെയറിംഗ് പ്രൊവൈഡ് ചെയ്യുക 12-1 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിന്റെ ഡെപ്ത് 12-1 ആയിരിക്കും. അത് നമുക്ക് സങ്കല്പിച്ചാൽ മതി, അല്ലെ? അല്ലെങ്കിൽ എന്താണ്, ഡെപ്തിന് നമുക്ക് വേറെ ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുള്ളത് 8-1 കൂടി പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. മിനിമം എത്ര വേണം, മിനിമം 8 സെന്റിമീറ്റർ അഥവാ 80 mm. ഓക്കെ. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ആണ് നമ്മളെ വുഡൻ ലിൻഡലിൽ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ ലിൻഡലാണ്. സ്റ്റോൺ ലിൻഡൽ. സ്റ്റോൺ ലിൻഡലിന്റെ കേസിൽ എന്താണ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്കറിയാലോ, പേര് തന്നെ ഉണ്ട്, അല്ലേ? സ്റ്റോൺ. അതിന്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, നോക്കുക. അപ്പൊ അതിന്റെ മെറ്റീരിയൽ ഇവിടെ നിങ്ങൾ സിമ്പിൾ കാണിക്കേണ്ടത് സ്റ്റോണിന്റെ സിമ്പിൾ ആണ്. ഇതൊരു ഫിഗർ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടായിരിക്കില്ല. സ്റ്റോണിന്റെ സിമ്പിൾ എന്താന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, അല്ലെ? അപ്പൊ അത് നോക്കുക. ഇപ്പൊ സ്റ്റോൺ ലിൻഡൽസ് എന്ന് പറയുന്നത് നമ്മൾ അധികം ഒന്നും പോപ്പുലർ ആയിട്ട് കാണാത്ത ടൈപ്പാണ് സ്റ്റോൺ ലിൻഡൽസ് എന്ന് പറയുന്നത്. അതിൽ എന്താ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ദീസ് ലിൻഡൽസ് കൺസിസ്റ്റ് ഓഫ് സ്ലാബ്സ് ഓഫ് സ്റ്റോൺസ് which it placed across the openings. നമ്മൾ സ്റ്റോണിന്റെ സ്ലാബ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ സ്റ്റോൺ ലിൻഡലിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ദോഷം, അല്ലെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ലോഡ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് എന്ത് ചെയ്യാണ്, സൈഡിലുള്ള വോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, അല്ലെ, കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ലിൻഡലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റോൺ ലിൻഡലിന് എന്താണ്, നമ്മൾ സ്റ്റോൺസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്,
രണ്ട് ടൈപ്പാണ് മെയിനായിട്ട് ഫോഴ്സ് ഉള്ളത് അല്ലെങ്കിൽ ലോഡ് ഉള്ളത്. എന്താണ്? ടെൻസൈലും കംപ്രഷൻ അല്ലേ? കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും, ടെൻഷനും കംപ്രഷനും. അങ്ങനെയായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുക. ടെൻഷൻ ആൻഡ് കംപ്രഷൻ ഇല്ലേ? കംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രസ് ചെയ്യുന്ന ലോഡാണ് അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? പുഷും പുള്ളും പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമ്പിളൊക്കെ ആയിട്ട് അല്ലേ? എന്താണ്? വലിക്കുന്നതും തള്ളുന്നതും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ കംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബലൂണ്, ഒരു വീർപ്പിച്ച ബലൂൺ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? രണ്ട് സൈഡിൽ നിന്നും അതിനെ അമർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താ ഉണ്ടാവുന്നത്? അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ട് ലാസ്റ്റ് നമ്മൾ അമർത്തൽ സഹിക്കാൻ പറ്റാതാകുമ്പോൾ എന്താണ്? അത് പൊട്ടും അല്ലേ? അപ്പൊ അത് തന്നെയാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഭയങ്കരമായിട്ട് പ്രസ് വരികയാണ് ചെയ്യുന്നത്, ലോഡ് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എടുക്കാനുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? സ്റ്റോൺ എന്ന് പറയുന്നത്. കംപ്രഷൻ എടുക്കാനുള്ള കപ്പാസിറ്റിയാണ് സ്റ്റോണിന് കൂടുതൽ. ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ്? വലിക്കുക അല്ലേ? രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ വലിവ് വരികയാണ്. അപ്പൊ അതാണെങ്കിൽ നമ്മൾ മുൻപ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പ്ലാസ്റ്റിക് കവർ വലിച്ചു വെക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എക്സാമ്പിൾസ് ആയിട്ട്. അപ്പൊ ടെൻഷൻ എടുക്കാനുള്ള കഴിവ് നമ്മുടെ സ്റ്റോണിന് കുറവാണ്. അപ്പൊ എന്താണ്? അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലേ? നമ്മളെ ഇതിന്റെ മുകളിൽ നിന്ന് വരുന്ന ലോഡുകൾ പലതരത്തിലുണ്ടായിരിക്കും. അതിൽ ടെൻസൈൽ ഫോഴ്സ് എടുക്കാനുള്ള കപ്പാസിറ്റി സ്റ്റോണിന് കുറവാണ് എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെന്താ? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ എ ഗുഡ് സ്റ്റോൺ ഓഫ് റിക്വയർഡ് ഡെപ്ത്. നമുക്ക് ആവശ്യമുള്ള, നമ്മൾ പറഞ്ഞ സ്റ്റോണിന്റെ സ്ലാബാണ് എന്ന് പറഞ്ഞു അല്ലെ? നമുക്ക് ആവശ്യമുള്ള ഡെപ്തിൽ ഈ സ്റ്റോണിന്റെ സ്ലാബ് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? ഇമ്പോസിബിൾ ആണെന്നല്ല പറഞ്ഞത്. പക്ഷെ എന്താണ്? അത് ഡിഫിക്കൽട്ടാണ് അല്ലേ? നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ കിട്ടൂല. അത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ അന്വേഷിക്കേണ്ടി വരും. അങ്ങനെയാണ്. ഇപ്പൊ മെയിൻ ആയിട്ട് സ്റ്റോണിന്റെ ലിൻഡൽസ് ഒക്കെ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ടകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ സ്ഥലത്തൊക്കെ സ്റ്റോണിന്റെ ലിൻഡൽസ് ഉണ്ട്. വലിയ കരിങ്കല്ലിന്റെ ലിൻഡൽസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റോൺ ലിൻഡൽസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഡെപ്തിന്റെ കാര്യം നമ്മൾ ബെയറിങ്ങിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് സ്റ്റോൺ ലിൻഡൽസിൽ പറയുന്നത്. ഓക്കെ, അടുത്ത കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഏതാ? ബിൽഡിംഗ് യൂണിറ്റ്. നമ്മൾ സ്റ്റോൺ പറഞ്ഞു, വുഡ് പറഞ്ഞു അല്ലേ? അടുത്ത നമ്മൾ പഠിച്ചിട്ടുള്ള ഏതാണ്? ബ്രിക്ക് ആണ് അല്ലേ? ബ്രിക്ക് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബ്രിക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് ബ്രിക്ക് ലിൻഡൽ. ഓക്കെ, അപ്പൊ ഈ ബ്രിക്ക് ലിൻഡലിന്റെ ഫിഗർ ആണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ പല ടൈപ്പിലുള്ള ബോൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ഒരു ഫിഗർ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ ബ്രിക്സ് പഠിച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ബ്രിക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ഒരു രണ്ട് എൻഡിൽ നോക്കൂ. അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ കിങ് ക്ലോസർ, ക്യൂൻ ക്ലോസർ അങ്ങനത്തെ സ്പെഷ്യൽ ബ്രിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഇനി എന്താണ് ബ്രിക്ക് ലിൻഡൽസിൽ പറയുന്നത് നോക്കാം. ബ്രിക്ക് ലിൻഡൽസ് കൺസിസ്റ്റ് ഓഫ് ബ്രിക്സ് വിച്ച് ആർ ജനറലി പ്ലേസ്ഡ് ഓൺ എഡ്ജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിക്സ് ലിൻഡൽസ് കൺസിസ്റ്റ് ഓഫ് ബ്രിക്സ്. ബ്രിക്ക് ലിൻഡലിൽ എന്താ ഉണ്ടാവുക? ബ്രിക്ക് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ? വിച്ച് ആർ ജനറലി പ്ലേസ്ഡ് ഓൺ എഡ്ജ്. എഡ്ജിലാണ് എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കുക? ബ്രിക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റത്ത് അല്ലേ? അവിടെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതിന്റെ എഡ്ജിലാണ് ബ്രിക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. നമ്മൾ ബ്രിക്സിന്റെ കുറെ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നല്ല ബ്രിക്ക് എന്താണ്, ഗുഡ് ബ്രിക്സ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ബ്രിക്ക് ലിൻഡൽസിനെ യൂസ് ചെയ്യുന്ന ബ്രിക്കിലും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. കാരണം നമുക്കറിയാം ഓപ്പണിംഗ് സ്പേസിൽ ലോഡ് കൂടുതൽ വരുന്നത് അത് ബെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് താങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ലിൻഡൽ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ എന്തായിരിക്കണം? ബ്രിക്ക് ഷുഡ് ബി വെൽ ബേൺഡ്, കോപ്പർ കളേർഡ്. കോപ്പർ കളേർഡ് ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ ആ ക്ലാസ്സിന് പറഞ്ഞിട്ടുള്ളതായിരുന്നു ബ്രിക്സിന്റെ ചാപ്റ്ററിൽ. അപ്പോൾ വെൽ ബേൺഡ് ആയിരിക്കണം, നന്നായിട്ട് ബേൺ ചെയ്തിട്ടുള്ള
ബ്രിക്ക് ആയിരിക്കണം. അതുകൊണ്ട് എന്താണ് ഓവർ ബേൺഡ് ആയിരിക്കരുത് കേട്ടോ. നമ്മൾ അണ്ടർ ബേൺ ഓവർ ബേൺഡ് ഒക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളതാണ്. വെൽ ബേൺഡ് ആണ് ആയിരിക്കേണ്ടത്. ഓക്കെ. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? നെക്സ്റ്റ് വൺ, പ്രീ പ്രൈം ക്രാക്സ് ആൻഡ് വിത്ത് ഷാർപ്പ് ആൻഡ് സ്ക്വയർ എഡ്ജസ്. നല്ല ഷാർപ്പ് ആൻഡ് സ്ക്വയർ ആയിട്ടുള്ള എഡ്ജ് ആയിരിക്കണം അല്ലെ. ഗുഡ് ക്വാളിറ്റി ബ്രിക്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ക്രാക്ക് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ എന്താണ്, നല്ല ഷേപ്പ് ആയിരിക്കണം. സൈസ് ആൻഡ് ഷേപ്പ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ലിൻഡലിന്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത് ദിസ് ലിൻഡൽ ഹാവ് എ ഡെപ്ത് ഈക്വൽ ടു സം മൾട്ടിപ്പിൾ ഓഫ് ബ്രിക്ക് കോഴ്സ്. ഇതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ബ്രിക്ക് കോഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ബ്രിക്കിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെ ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. നോർമലി നമുക്കൊരു ബ്രിക്കിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? 19/9/9. ആരും മറന്നിട്ടില്ലല്ലോ. അപ്പൊ അതിൽ തന്നെ എന്താണ്, ഇത് നമ്മളൊന്ന് റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മോർട്ടാറിന്റെയും കൂടി തിക്നെസ് കൂട്ടിയിട്ട് എടുക്കുമ്പോൾ എന്താണ് വരുന്നത്? 20/10/10 എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരു ബ്രിക്ക് കോഴ്സ് എന്ന് പറയുന്നത് മിക്കവാറും എന്താണ്, ഒന്നുകിൽ 20 ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് 10 ആയിരിക്കും അല്ലെ, ഒരു ബ്രിക്ക് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോർമലി അതാണ് നമ്മുടെ ബ്രിക്ക് ലിൻഡലിന്റെ ഡെപ്ത് വരേണ്ടത്. അപ്പൊ ഈ ഫിഗറിൽ നോക്കൂ, ഇത് 20 ആണ് അല്ലെ, ഒരു ബ്രിക്കിന്റെ ഒരു കോഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞിട്ടുള്ളത്? suitable up to a span of 1 meter and for greater spans reinforcement or steel angle may be provided. അപ്പോൾ നമ്മൾ ഒരു 1 മീറ്റർ സ്പാൻ വരെ, സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പണിങ്ങിന്റെ സ്പേസ് ആണെന്ന് പറഞ്ഞു, 1 മീറ്റർ സ്പാൻ വരെയൊക്കെയാണ് നമ്മൾ ഈ ബ്രിക്ക് ലിൻഡൽ യൂസ് ചെയ്യുന്നത്. ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഏരിയാസിലൊന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? ബ്രിക്ക് ലിൻഡൽ യൂസ് ചെയ്യൂല. ഇനി 1 മീറ്ററിനേക്കാളും കുറച്ചും കൂടി കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഒന്നുകിൽ റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്യണം. നമ്മൾ റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് പഠിച്ചതാണ് അല്ലേ. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റീൽ ആംഗിൾസ് ഉണ്ട്, അത് പ്രൊവൈഡ് ചെയ്യണം സ്ട്രെങ്ത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയാണ് ബ്രിക്ക് ലിൻഡൽസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനിയും ഉണ്ട് നമുക്ക് ലിൻഡൽസിന്റെ ടൈപ്സ്. അതിൽ നിന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.